നമസ്കാരം, എല്ലാവർക്കും PSC പ്ലസിലേക്ക് സ്വാഗതം. നമുക്കറിയാം, ഏപ്രിലിൽ നടക്കുന്ന ഡിഗ്രി ലെവൽ പ്രിലിംസ് എക്സാമിൻ്റെ ഡേറ്റുകൾ ഇന്നലെ PSC പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ടെൻറ്റേറ്റീവ് ഡേറ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഏപ്രിൽ ടു ജൂൺ ആയിരുന്നു. ഡിഗ്രി പ്രിലിംസിന് വേണ്ടിയിട്ട് ഏപ്രിൽ ടു ജൂൺ, മെയിൻസ് ആണെങ്കിൽ ഓഗസ്റ്റ് ടു ഒക്ടോബർ ആണ് ടെൻറ്റേറ്റീവ് ഡേറ്റ് എന്ന രീതിയിൽ PSC നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. LDCയുടെ കാര്യമാണെങ്കിലോ LDC ജൂലൈ ടു സെപ്റ്റംബർ ആണ് എക്സാം ഡേറ്റ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ LDCക്ക് വേണ്ടിയിട്ടും അതോടൊപ്പം തന്നെ ഡിഗ്രി ലെവലിന് വേണ്ടിയിട്ടും ഒരുമിച്ച് പഠിക്കുന്നവരുണ്ടാവും. അപ്പം നമുക്ക് എങ്ങനെ അത് ഒരുമിച്ച് പഠിക്കാൻ പറ്റും എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ ഒരു കമ്പാരിസൺ ആണ്, സിലബസിൻ്റെ കമ്പാരിസൺ ആണ് ഈ ഒരു വീഡിയോയിലൂടെ പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഡിഗ്രിക്കാരാണെങ്കിൽ അതോടൊപ്പം തന്നെ LDC കാര്യമായിട്ട് തന്നെ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു കമ്പാരിസൺ വീഡിയോ കാണുക. അതോടൊപ്പം തന്നെ എന്തൊക്കെയാണ് പഠിക്കേണ്ടത്, എങ്ങനെയൊക്കെ ഏതിനൊക്കെ ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാനും സാധിക്കുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം. ആദ്യം LDCയുടെ സിലബസ് 503/2023, 504/2023 എന്ന് പറയുന്നത് LDCയുടെയും, പിന്നെ നമ്മുടെ ഏതാണ് ഡിഗ്രി ലെവൽ കോമൺ പ്രിലിമിനറി എക്സാമിൻ്റെ സിലബസുമാണ് റൈറ്റ് സൈഡിൽ കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിൻ്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ രണ്ടിൻ്റെ കൊടുത്തിരിക്കുന്നത് ആദ്യം ഒന്ന് നോക്കാം. ഓക്കെ, LDC ലെവലിലുള്ളതിൽ ചരിത്രത്തിന് 5 മാർക്കാണ്, പക്ഷേ നമ്മുടെ ഡിഗ്രി ലെവലിന് ചരിത്രത്തിന് ഹിസ്റ്ററിക്ക് 10 മാർക്കാണുള്ളത്. അപ്പോൾ 5 മാർക്കിൻ്റെ ഡിഫറൻസ് അവിടെ തന്നെ വന്നിട്ടുണ്ട്. പിന്നെ ഭൂമിശാസ്ത്രം രണ്ടും 5 മാർക്കാണുള്ളത്. ധനതത്വശാസ്ത്രം ഇക്കണോമിക്സിന് 5 മാർക്കാണുള്ളത്. പിന്നെ ഉള്ളത് ഇന്ത്യൻ ഭരണഘടനയ്ക്ക് LDCയിൽ 5 മാർക്കും അതോടൊപ്പം തന്നെ ഡിഗ്രി ലെവൽ പ്രിലിംസിനും 5 മാർക്ക്. പിന്നെ കേരളം ഭരണവും ഭരണ സംവിധാനങ്ങളും എന്ന് പറയുന്നത് നമ്മുടെ LDC ലെവലിലുള്ളതാണ്, അതിന് 5 മാർക്കാണ്. ഇവിടെ നമ്മുടെ ഡിഗ്രി ലെവലിൽ വരുമ്പോൾ സിവിക്സ് എന്ന് പറഞ്ഞു കണ്ടോ, അതിന് എത്ര മാർക്കാണ്? 5 മാർക്കാണ്. അപ്പോൾ അത് നമുക്ക് ഒരുമിച്ച് പഠിക്കാം. പിന്നെ LDC ലെവലിൽ വരുന്നത് ബയോളജി, ലൈഫ് സയൻസ്, ജീവശാസ്ത്രവും പൊതുജനാരോഗ്യവും അതിന് 6 മാർക്കും, ഭൗതികശാസ്ത്രത്തിന് 3 മാർക്കും, രസതന്ത്രത്തിന് 3 മാർക്ക്, അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഡിഗ്രി ലെവലിലേക്ക് വരുമ്പോൾ നമ്മൾ അതിന് പകരമായിട്ട് നമുക്ക് നോക്കാനുള്ളത് സയൻസ് ആൻഡ് ടെക്നോളജി എന്ന് പറയുന്നതാണ്. സയൻസ് ആൻഡ് ടെക്നോളജി 5 മാർക്കാണുള്ളത്. അപ്പോൾ ഇതിന് പകരമായിട്ട് എന്ത് നോക്കുക, നമ്മൾ സയൻസ് ആൻഡ് ടെക്നോളജിയിൽ 5 മാർക്ക് നോക്കണം. പിന്നെ കലാകായികം സാഹിത്യം അതിന് 5 മാർക്കാണ്. ഇവിടെ എന്താണ്, ഇതിൽ 5 മാർക്കേ ഉള്ളൂ LDCക്ക്, പക്ഷേ നമ്മുടെ ഡിഗ്രി ലെവലിൽ വരുമ്പോൾ അത് എത്ര മാർക്കായി? 10 മാർക്കായി. അപ്പോൾ ഹിസ്റ്ററിക്കും 10 മാർക്കായി, അതോടൊപ്പം തന്നെ കലാകായികം സാഹിത്യം സംസ്കാരം എന്നുള്ളവയ്ക്കും 10 മാർക്കായി മാറി. പിന്നെ കമ്പ്യൂട്ടറിൽ 3 മാർക്കാണ്. കമ്പ്യൂട്ടറിന് 3 മാർക്കാണ് ഇവിടെയുള്ളത്. അത് ഇവിടെ വന്നപ്പോൾ ഡിഗ്രി ലെവലിൽ വന്നപ്പോൾ 5 മാർക്കായി മാറി. ഡിഗ്രി ലെവലിൽ വന്നപ്പോൾ 5 മാർക്കായി മാറി. പിന്നെ നമുക്ക് സുപ്രധാന നിയമങ്ങൾ എന്നുള്ളത് ഏതിലാണുള്ളത്? LDCയിലാണ് കേട്ടോ സുപ്രധാന നിയമങ്ങളുള്ളത്, അതിപ്പറയില്ല. പിന്നെ ആനുകാലിക വിഷയങ്ങളിൽ 20 മാർക്കാണ് LDC. സെപ്പറേറ്റ് ആയിട്ട് ആനുകാലിക വിഷയങ്ങൾ എന്ന് പറഞ്ഞാണ് 20 മാർക്ക് കൊടുത്തിട്ടുള്ളത്. പക്ഷേ നമ്മുടെ ഡിഗ്രി ലെവലിലേക്ക് വരുമ്പോൾ ഓരോ ടോപ്പിക്കിൻ്റെയും കൂടെയാണ് അവർ കറണ്ട് അഫയേഴ്സ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമ്മൾ ഡീറ്റെയിൽ ആയി നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. പിന്നെയുള്ളത് മാത്സ് ആൻഡ് മെൻ്റൽ എബിലിറ്റി LDC ലെവലിന് 10 മാർക്കാണെങ്കിൽ ഡിഗ്രി ലെവലിലേക്ക് മാത്സ് ആൻഡ് മെൻ്റൽ എബിലിറ്റി വരുമ്പോൾ 20 മാർക്കാണ് ഡിഗ്രി ലെവലിലേക്ക് വരുമ്പോൾ. പിന്നെ ഇംഗ്ലീഷിന് 10 മാർക്കാണ്, പക്ഷേ ഇംഗ്ലീഷും നമ്മുടെ ഇവിടെ ഡിഗ്രി ലെവലിലേക്ക് വരുമ്പോൾ 20 മാർക്കാണുള്ളത്. പിന്നെയുള്ള മലയാളം രണ്ടിനും 10 വീതമാണുള്ളത്. ഇതാണ് നമുക്ക് രണ്ടിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഡിഫറൻസ് നോക്കുമ്പോൾ പ്രത്യേകിച്ച് എന്താണ്, ആ സയൻസ് എന്ന പാർട്ട്, ഇപ്പോൾ ജീവശാസ്ത്രം, ഭൗതികശാസ്ത്രവും അതോടൊപ്പം തന്നെ എന്താണ് കെമിസ്ട്രി, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ആൻഡ് ലൈഫ് സയൻസ്, അത് 3ഉം മാറ്റിയിട്ട് ഡിഗ്രി ലെവലിലേക്ക് വന്നപ്പോൾ അതെന്തായി മാറി? സയൻസ് ആൻഡ് ടെക്നോളജി ആയി. പിന്നെ കേരള ഭരണവും ഭരണ സംവിധാനങ്ങളും അതോടൊപ്പം തന്നെ സുപ്രധാന നിയമങ്ങളും കൂടി ഏതിലേക്ക് വന്നു? ഡിഗ്രി പ്രിലിംസിലേക്ക് വന്നപ്പോൾ അവിടെ സിവിക്സ് ആയി മാറുകയാണ് ചെയ്തത്. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ കുറച്ച് മാറ്റങ്ങളേ ഉള്ളൂ. പിന്നെ ഹിസ്റ്ററിക്കും അതോടൊപ്പം തന്നെ കലാകായികം സാഹിത്യം, ഇംഗ്ലീഷ്, മാത്സ് ഇതിൻ്റെ വെയിറ്റേജ് കൂടിയിട്ടുണ്ട്. 5 എന്നുള്ളത് 10 ആയിട്ടുണ്ട്, 10 എന്നുള്ളത് 20 ആയിട്ടുമുണ്ട്. അങ്ങനെയാണ് ഇതിന് മേജറായിട്ടുള്ള ഡിഫറൻസ് വന്നിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിൻ്റെ സിലബസിൻ്റെ ഉള്ളിലേക്ക് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എന്തൊക്കെ വ്യത്യാസങ്ങളുണ്ടെന്ന് നമുക്ക് നോക്കാം. ഇപ്പം പൊതുവിജ്ഞാനത്തിൽ ആദ്യം ചരിത്രം നമ്മൾ പറഞ്ഞു. ചരിത്രത്തിൽ 10 മാർക്കാണ് ഡിഗ്രി ലെവലിനുള്ളതെങ്കിൽ 5 മാർക്കാണ് ഇവിടെയുള്ളൂ. അതിൻ്റെ കേരളം എന്ന് പറയുന്ന യൂറോപ്യന്മാരുടെ വരവ്
മുതൽ എവിടം വരെ 1956 ശേഷമുള്ള കേരളത്തിൻ്റെ സാമൂഹ്യ രാഷ്ട്രീയ ചരിത്രം വരെയാണ് നമുക്ക് ചരിത്രത്തിൽ കേരളമായി റിലേറ്റ് ചെയ്ത് LDCക്കും പഠിക്കാനുള്ളൂ, അതോടൊപ്പം തന്നെ ഡിഗ്രി ലെവലിനും പഠിക്കാനുള്ളത്. ഇനി ഇന്ത്യയുമായി റിലേറ്റ് ചെയ്ത ചരിത്രമാണെങ്കിൽ രാഷ്ട്രീയ ചരിത്രം, ബ്രിട്ടീഷ് ആധിപത്യം, ഒന്നാം സ്വാതന്ത്ര്യ സമരം മുതൽ വിദേശ നയം വരെയാണ് ഇന്ത്യയുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ചരിത്രം ഇതിൽ നമുക്ക് LDCയിൽ പഠിക്കാനുള്ളത്. ഇവിടെ വരുമ്പോഴും അതൊക്കെ തന്നെ, പക്ഷേ നോക്കി ഇവിടെ മിഡീവൽ ഇന്ത്യ, പൊളിറ്റിക്കൽ ഹിസ്റ്ററി, അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ്, മിഡീവൽ ഇന്ത്യ തുടങ്ങിയ കാര്യങ്ങൾ എവിടെ വരുന്നുണ്ട്. ഒന്നാം സ്വാതന്ത്ര്യ സമരം അതൊക്കെ അങ്ങനെ തന്നെയാണ് കേട്ടോ. പിന്നെ ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ്, പിന്നെ INCയുടെ ഫോർമേഷൻ, സ്വദേശി മൂവ്മെൻറ്റ്, അതൊക്കെ അങ്ങനെ തന്നെയാണ് വരുന്നത്. പിന്നെ അവസാനം നോക്കി പോസ്റ്റ് ഇൻഡിപെൻഡൻറ്റ് പീരീഡ്, പിന്നെ സ്റ്റേറ്റിൻ്റെ റീഓർഗനൈസേഷൻ, ഡെവലപ്മെൻറ്റ് ഇൻ സയൻസ്, അതൊക്കെ ഏതിൽ വരുന്നുണ്ട്, നമ്മുടെ LDCയിൽ വരുന്ന അതേ കാര്യങ്ങൾ തന്നെ കുറച്ച് കാര്യങ്ങൾ അഡീഷണൽ ആയിട്ട് എടുത്ത് പറയുന്നുണ്ട് എന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇത് തമ്മിൽ അധികം ഡിഫറൻസ് ഇല്ല എന്നുള്ളത് മനസ്സിലായി. ഇനി ലോകത്തിലേക്ക് വരുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നോക്കി. ഗ്രേറ്റ് റവല്യൂഷൻ ഇൻ ഇംഗ്ലണ്ട് മുതൽ അന്താരാഷ്ട്ര സംഘടനകൾ വരെ അത് തന്നെയാണ് ഇവിടെയും പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഹിസ്റ്ററി രണ്ടും ഒരേ രീതിയിൽ പഠിക്കാൻ വേണ്ടി സാധിക്കും. ഇപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ ഡിഗ്രി ലെവൽ പ്രിലിംസും കൂടി നോക്കുന്നവരാണെങ്കിൽ ഡിഗ്രി ലെവൽ പ്രിലിംസിൻ്റെ സിലബസ് വെച്ച് അങ്ങോട്ട് പഠിച്ചോളാം. ഓക്കെ, അപ്പോൾ ഹിസ്റ്ററി 10 മാർക്ക് എന്നുള്ളത് നമുക്ക് LDCക്ക് വരുമ്പോൾ 5 മാർക്കിനെ ചോദിക്കുന്നുള്ളൂ എന്നുള്ളൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. പഠിക്കാനുള്ളത് സെയിം ആണ്. പിന്നെ ഓരോ ടോപ്പിക്കിൻ്റെയും കൂടെ തന്നെയുള്ള കറണ്ട് അഫയേഴ്സ് ആണ് ഇതിന് വരുന്നത്, ഡിഗ്രി ലെവലിന് വരുന്നത്. ഇനി നമ്മൾ ജോഗ്രഫിയിലേക്ക് പോയി കഴിഞ്ഞാൽ ബേസിക്സ് ഓഫ് ജോഗ്രഫി 2-നും 5 മാർക്കേ ഉള്ളൂ എന്ന് നമ്മൾ പറഞ്ഞല്ലേ. ഭൂമിശാസ്ത്രത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങൾ LDCയിലേക്ക് വരുമ്പോൾ ഭൂമിയുടെ ഘടന മുതൽ ലോകരാഷ്ട്രങ്ങളും അവയുടെ സവിശേഷതകളും വരെയാണ് നമുക്ക് പഠിക്കാനുള്ളത്. സെയിം തന്നെയാണ് ജോഗ്രഫി, ബേസിക്സ് ഓഫ് ജോഗ്രഫിയിൽ നമുക്ക് ഏതിലുമുള്ളത്, ഡിഗ്രി ലെവൽ പ്രിലിംസിലുമുള്ളത്. പിന്നെ ഇന്ത്യ എടുത്തു കഴിഞ്ഞാൽ ഭൂപ്രകൃതി മുതൽ വ്യോമഗതാഗത സംവിധാനം വരെ അതുതന്നെയാണ് ഇവിടെയും ഉള്ളത്. ഇനി കേരളം എടുത്തു കഴിഞ്ഞാൽ ഭൂപ്രകൃതി മുതൽ വ്യോമഗതാഗത സംവിധാനം വരെ അതും സെയിം തന്നെയാണ്. അപ്പോൾ ഹിസ്റ്ററിയും ജോഗ്രഫിയും എന്തായി, സെയിം ആയി. ഹിസ്റ്ററിയിൽ ആ 2-3 കാര്യങ്ങൾ മാത്രം ഒന്ന് ഓർത്തു വയ്ക്കാം. ഇനി അടുത്തത് ധനതത്വശാസ്ത്രം അഥവാ ഇക്കണോമിക്സിൽ കുറച്ച് കാര്യങ്ങൾ കൂടുതൽ നമുക്ക് ഏതിലുണ്ട്, ഡിഗ്രി ലെവലിന് പഠിക്കാനുണ്ട്. പക്ഷെ 2-നും 5 മാർക്കേ തന്നിട്ടുള്ളൂ. നോക്കാം. ഇന്ത്യ സാമ്പത്തിക രംഗം, പഞ്ചവത്സര പദ്ധതികൾ, പ്ലാനിംഗ് കമ്മീഷൻ, നീതി ആയോഗ്, നവസാമ്പത്തിക പരിഷ്കാരങ്ങൾ, ധനകാര്യ സ്ഥാപനങ്ങൾ, കാർഷിക വിളകൾ, ധാതുക്കൾ, ഹരിത വിപ്ലവം. അതാണ് നമ്മുടെ LDC ലെവലിലുള്ള സിലബസിൽ പറയുന്നത്. ഇനി ഡിഗ്രി ലെവലിലുള്ള സിലബസിൽ എന്തൊക്കെയാണ്, നാഷണൽ ഇൻകം, പെർ ക്യാപിറ്റ ഇൻകം, ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ, ഇക്കണോമിക് സെക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ, പിന്നെ 5 ഇയർ പ്ലാൻ, നീതി ആയോഗ്, ടൈപ്സ് ആൻഡ് ഫങ്ഷൻസ് ഓഫ് ഇക്കണോമിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, റിസർവ് ബാങ്ക്, പബ്ലിക് റവന്യൂ, ടാക്സ് ആൻഡ് നോൺ ടാക്സ് റവന്യൂ, പബ്ലിക് എക്സ്പെൻഡിച്ചർ, ബജറ്റ്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ കൂടുതലായിട്ട് നമുക്ക് ഡിഗ്രി ലെവലിന് പഠിക്കാനുണ്ട്. അപ്പോൾ ഇതിന് പ്രധാനമായും +1 +2 NCERT ടെക്സ്റ്റ് ബുക്കാണ് പ്രധാനമായിട്ട് നോക്കേണ്ടത്. +1 +2 ഇക്കണോമിക്സിൻ്റെ NCERT ടെക്സ്റ്റ് ബുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ കാര്യങ്ങളൊക്കെ നമുക്കതിൽ നിന്ന് കിട്ടും. പിന്നെ സിവിക്സിൽ സിവിക്സ് പറയുന്നതിന് മുമ്പ് നമുക്ക് ഭരണഘടന നോക്കാം. ഭരണഘടനയിൽ 2-ലും 5 മാർക്കാണുള്ളത്. ഭരണഘടനയിലെ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി, ഭരണഘടനാ നിർമ്മാണ സമിതി മുതൽ കൺകറൻറ്റ് ലിസ്റ്റ് വരെയാണ് നമുക്ക് LDCയിൽ പഠിക്കാനുള്ളൂ. സെയിം തന്നെയാണ് ഇവിടെയും പഠിക്കാനുള്ളൂ, കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി മുതൽ കൺകറൻറ്റ് ലിസ്റ്റ് വരെ. പിന്നെ ഇവിടെ LDCയിൽ പ്രധാനപ്പെട്ട ഭരണഘടനാ ഭേദഗതികൾ ഏതൊക്കെയാണ് എന്നുള്ളത് എടുത്തു പറഞ്ഞിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്, ഏതൊക്കെയാണെന്ന് എടുത്തു പറഞ്ഞിട്ടില്ല. അത് മാത്രമേ ഇവിടെ വ്യത്യാസമുള്ളൂ. പിന്നെ ഭരണവും ഭരണ സംവിധാനങ്ങളും എന്ന് പറഞ്ഞെടുത്ത് നമുക്ക് എന്ത് കൊടുക്കാം, അവിടെ തൽക്കാലം സിവിക്സ് ആക്കാം. അപ്പോൾ ഇതിൽ കേരളത്തിൽ എന്തൊക്കെയാണുള്ളത്, LDC ലെവലിൽ കേരളത്തിലെ സംസ്ഥാന സിവിൽ സർവീസ്, ഭരണഘടനാ സ്ഥാപനം, വിവിധ കമ്മീഷൻ, സാമൂഹിക സാമ്പത്തിക വാണിജ്യ ആസൂത്രണ അടിസ്ഥാന വിവരങ്ങൾ, ദുരന്ത നിവാരണ അതോറിറ്റി, തണ്ണീർത്തട സംരക്ഷണം, തൊഴിലും ജോലിയും, ദേശീയ ഗ്രാമീണ തൊഴിൽ പദ്ധതി, ഭൂപരിഷ്കരണങ്ങൾ, സ്ത്രീകൾ, കുട്ടികൾ, മുതിർന്ന പൗരന്മാർ എന്നിവരുടെ സംരക്ഷണം, സാമൂഹ്യക്ഷേമം, സാമൂഹ്യ സുരക്ഷിതത്വം. ഇത്രയും നമുക്ക് LDCയിലെ കേരളം, ഭരണവും ഭരണ സംവിധാനങ്ങളും എന്ന് പറയുന്ന ടോപ്പിക്കിൽ പഠിക്കാനുള്ള 5 മാർക്ക്. ഇനി ഡിഗ്രി ലെവലിലേക്ക് വരുമ്പോൾ നമുക്ക് ഇതാണ് സിവിക്സ് എന്ന രീതിയിലാണ് പഠിക്കാനുള്ളത്. അതിലെന്തൊക്കെയാണെന്ന് നോക്കി, പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, പൊതുഭരണം,
പിന്നെ ബ്യൂറോക്രസി, ഇന്ത്യൻ സിവിൽ സർവീസ് ഉണ്ട്, ഇവിടെ സ്റ്റേറ്റ് സിവിൽ സർവീസ് ഉണ്ട്, പിന്നെ ഇ ഗവേണൻസ് ഉണ്ട്, പിന്നെ ഇൻഫോർമേഷൻ കമ്മീഷൻ ആൻഡ് റൈറ്റ് ടു ഇൻഫോർമേഷൻ ആക്ട്. നമ്മൾ മറ്റിടത്ത് വിവിധ കമ്മീഷനുകൾ എന്ന് പറയുന്നത് പഠിക്കുന്നിടത്ത് ഇവിടെ ഇൻഫോർമേഷൻ കമ്മീഷൻ, പിന്നെ ലോക്പാൽ, ലോകായുക്ത, പിന്നെ ഗവൺമെൻറ്റിൻ്റെ എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി, ലെജിസ്ലേഷൻ നോക്കണം, പിന്നെ പൊളിറ്റിക്കൽ പാർട്ടീസ്, ഹ്യൂമൻ റൈറ്റ്സ് ഓർഗനൈസേഷൻ, കൺസ്യൂമർ പ്രൊട്ടക്ഷൻ, വാട്ടർഷെഡ് മാനേജ്മെൻറ്റ്, ദെൻ ലേബർ ആൻഡ് എംപ്ലോയ്മെൻറ്റ്, നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് പോളിസി, ലാൻഡ് റിഫോംസ്, ഭൂപരിഷ്കരണമൊക്കെ നമ്മൾ അപ്പുറം പറഞ്ഞത് തന്നെയാണ്. പിന്നെ എന്നാ വുമൺ, ചിൽഡ്രൻ, ഓൾഡ് ഏജ് പീപ്പിൾ, അതിൻ്റെയൊക്കെ വെൽഫെയർ, സോഷ്യോ ഇക്കണോമിക്, സ്റ്റാറ്റിസ്റ്റിക്കൽ ഡേറ്റ. അപ്പോൾ ഏകദേശം എന്തൊക്കെ കാര്യങ്ങൾ അല്ലേ, അപ്പുറയുള്ള പല കാര്യങ്ങളും ഇപ്പുറയുമുണ്ട്. അപ്പോൾ കേരളം ഭരണവും സംവിധാനങ്ങളും എന്നുള്ളത് നമുക്ക് സിവിക്സ്, പൗരധർമ്മം എന്നുള്ളതായിട്ട് റിലേറ്റ് ചെയ്ത് കുറേ കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. പിന്നെയുള്ളത് ജീവശാസ്ത്രവും പൊതുജന ആരോഗ്യവും, ഭൗതിക ശാസ്ത്രവും, അതോടൊപ്പം തന്നെ രസതന്ത്രവും. ഇത്രയും നമുക്ക് ഏതിൽ പഠിക്കാനുണ്ട്? LDCയിൽ പഠിക്കാനുണ്ട്. പക്ഷേ നമ്മുടെ ഡിഗ്രി ലെവലിലേക്ക് വരുമ്പോൾ നമുക്കത് സയൻസ് ആൻഡ് ടെക്നോളജിയാണ് നോക്കാനുള്ളത്. സയൻസ് ആൻഡ് ടെക്നോളജി നോക്കാം. ഇപ്പോൾ സയൻസ് ആൻഡ് ടെക്നോളജിയിൽ 5 മാർക്കാണുള്ളത്. എന്തൊക്കെയാണ് സയൻസ് ആൻഡ് ടെക്നോളജിയിൽ ഇമ്പോർട്ടൻ്റ് എന്ന് നോക്കാം. ആദ്യം നേച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി അല്ലേ, റെലവൻസ്, ഇന്നോവേഷൻസ്, പിന്നെ ബേസിക്സ് ഓഫ് എവറിഡേ സയൻസ്, ഹ്യൂമൻ ബോഡി, പബ്ലിക് ഹെൽത്ത്, കമ്മ്യൂണിറ്റി മെഡിസിൻ, ഫുഡ് ആൻഡ് ന്യൂട്രീഷൻ, ഹെൽത്ത് കെയർ, ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ആൻഡ് ഓർഗനൈസേഷൻ ഇൻ ഇന്ത്യ പ്രൊമോട്ടിംഗ് ഇൻ്റഗ്രേഷൻ ഓഫ് S&T ആൻഡ് ഇന്നോവേഷൻ, ദർ ആക്ടിവിറ്റി ആൻഡ് കോൺട്രിബ്യൂഷൻ ഓഫ് പ്രൊമിനൻറ്റ് ഇന്ത്യൻ സയൻറ്റിസ്റ്റ് എന്നിവയൊക്കെ ഉണ്ട്. പിന്നെയുള്ളത് എന്താണ്? സ്പേസ് ആൻഡ് ഡിഫൻസ് ആയി റിലേറ്റ് ചെയ്ത് ISRO, DRDO, വേരിയസ് സാറ്റലൈറ്റ് പ്രോഗ്രാംസ്, മിഷൻസ്, ആക്ടിവിറ്റീസ് നോക്കണം. ദെൻ എനർജി റിക്വയർമെൻറ്റ് ആൻഡ് എഫിഷ്യൻസി, അതിൽ ഇന്ത്യാസ് എക്സിസ്റ്റിംഗ് എനർജി നീഡ്സ് ആൻഡ് ഡെഫിസിറ്റ്, ഇന്ത്യാസ് എനർജി റിസോഴ്സ് ആൻഡ് ഡിപ്പെൻഡൻറ്റ്, റിന്യൂവബിൾ ആൻഡ് നോൺ റിന്യൂവബിൾ എനർജി റിസോഴ്സസ്, എനർജി പോളിസി ഓഫ് ഗവൺമെൻറ് പോളിസി ആൻഡ് പ്രോഗ്രാം, എനർജി സെക്യൂരിറ്റി ആൻഡ് ന്യൂക്ലിയർ പോളിസി ഓഫ് ഇന്ത്യ. പിന്നെ എൻവയോൺമെൻറ്റൽ സയൻസിൽ നമുക്ക് എൻവയോൺമെൻറ്റായി റിലേറ്റ് ചെയ്തിട്ടുള്ള ഇഷ്യൂസ്, ലീഗൽ ആസ്പെക്ട്സ്, പോളിസീസ് ഒക്കെ ഉണ്ട്. പിന്നെ ബയോഡൈവേഴ്സിറ്റിയിൽ എന്തൊക്കെയുണ്ട്? ക്ലൈമറ്റ് ചേഞ്ച്, പിന്നെ പ്രോട്ടോകോൾസ്, ഇൻ്റർനാഷണൽ ഇനീഷ്യേറ്റീവ്സ് നോക്കണം, വെസ്റ്റേൺ ഗട്ട്സ്, പിന്നെ ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫിൻ്റെ കൺസർവേഷൻ, ദെൻ എൻവയോൺമെൻറ്റൽ ഹസാർഡ്സ്, പൊല്യൂഷൻ, കാർബൺ എമിഷൻ, ഗ്ലോബൽ വാർമിംഗ്, ബയോടെക്നോളജി, ഗ്രീൻ ടെക്നോളജി ആൻഡ് നാനോ ടെക്നോളജി. ഇത്രയും ടോപ്പിക്കാണ് സയൻസ് ആൻഡ് ടെക്നോളജി എന്ന പാർട്ടിൽ ഡിഗ്രി ലെവൽ പ്രിലിംസിന് നമുക്ക് പഠിക്കാനുള്ളത്. ഇനി നമ്മൾ ഇതിനോടനുബന്ധിച്ച് LDCയിൽ നമുക്ക് ലൈഫ് സയൻസ്, ബയോളജി, കെമിസ്ട്രി, അതോടൊപ്പം തന്നെ ഫിസിക്സും കൂടി ഒരുമിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഏതൊക്കെയാണ് ലൈഫ് സയൻസിനുള്ളതെന്ന് പറയുന്നത്? മനുഷ്യ ശരീരത്തെക്കുറിച്ചുള്ള പൊതു അറിവ്, ദെൻ ജീവകങ്ങളും ധാതുക്കളും അവരുടെ അപര്യാപ്തത രോഗം, സാംക്രമിക രോഗം, കേരളത്തിലെ ആരോഗ്യക്ഷേമ പ്രവർത്തനം, ജീവിതശൈലി രോഗങ്ങൾ, അടിസ്ഥാന ആരോഗ്യ വിജ്ഞാനം, പരിസ്ഥിതിയും പരിസ്ഥിതി പ്രശ്നങ്ങളും. അപ്പോൾ ഇതിൽ കുറേ കാര്യങ്ങൾ ഇപ്പോൾ പരിസ്ഥിതിയായി റിലേറ്റ് ചെയ്തിട്ടുള്ള, അല്ലെങ്കിൽ ന്യൂട്രീഷൻ, ഫുഡായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് സയൻസ് ആൻഡ് ടെക്നോളജിയിലും ഉണ്ട്. പിന്നെ ഭൗതിക ശാസ്ത്രത്തിലേക്ക് വരുമ്പോൾ LDCയിൽ കുറേ കാര്യങ്ങളുണ്ട്. അതായത് ചലനം, പിന്നെയോ പ്രകാശം, ശബ്ദം, ബലം, ഗുരുത്വാകർഷണം, താപം, പ്രവൃത്തി. ഇത്രയും കാര്യങ്ങൾ ഏതിൽ നമുക്ക് പഠിക്കാനുണ്ട്? ഫിസിക്സിലേക്ക് വരുമ്പോൾ, ഭൗതിക ശാസ്ത്രത്തിലേക്ക് വരുമ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഇതിൽ നോക്കാനുണ്ട്. ഇതിൽ ഭൗതിക ശാസ്ത്രത്തിൽ ചലനത്തിൽ നോക്കിയേ ISROയുടെ ബഹിരാകാശ നേട്ടങ്ങൾ നമുക്ക് എന്തിൽ പഠിക്കാനുണ്ട്? സയൻസ് ആൻഡ് ടെക്നോളജിയിൽ സ്പേസ് ആൻഡ് ഡിഫൻസിൽ വരുന്നുണ്ട്. ഓക്കെ. പിന്നെ രസതന്ത്രത്തിൽ വരുമ്പോൾ ആറ്റം, മൂലകങ്ങൾ, ലോഹങ്ങൾ എന്നീ കാര്യങ്ങളൊക്കെ ഇതിൽ പഠിക്കാനുണ്ട്. രസതന്ത്രത്തിൽ വരുമ്പോൾ പഠിക്കാനുണ്ട്. അപ്പോൾ ഇത്രയും ഒരു ഡിഫറൻസ്, അതായത് സയൻസ് ആൻഡ് ടെക്നോളജിയും ഇതും തമ്മിൽ കുറച്ചധികം ഡിഫറൻസ് ഉണ്ട്, എന്നാലും കുറേ കാര്യങ്ങൾ നമുക്ക് കിട്ടും. പിന്നെ LDC എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ പ്രിലിംസ് കഴിഞ്ഞിട്ടാണല്ലോ, അപ്പോൾ LDCക്ക് വേണ്ടിയിട്ട് മാത്രമുള്ള കുറച്ച് കാര്യങ്ങൾ ആ സമയത്ത് പഠിച്ചാലും മതിയാവും. ഇനി നമ്മൾ കലാ, കായികം, സാഹിത്യം, സംസ്കാരത്തിലേക്ക് പോകുമ്പോൾ അതിന് LDCയിൽ 5 മാർക്കാണെങ്കിൽ ഡിഗ്രി ലെവലിന് അതിന് 10 മാർക്കാണുള്ളത്. ആർട്സ്, സ്പോർട്സ് ആൻഡ് ലിറ്ററേച്ചർ ആൻഡ് കറണ്ട് അഫെയേഴ്സ്, സ്പോർട്സായിട്ട് റിലേറ്റ് ചെയ്തിട്ടും ഒക്കെ കുറേ കറണ്ട് അഫെയേഴ്സ് അല്ലെ, ലിറ്ററേച്ചറായി റിലേറ്റ് ചെയ്തൊക്കെ കറണ്ട് അഫെയേഴ്സ് കുറേ ചോദിക്കുക. അപ്പോൾ 10 മാർക്കാണ് നമുക്ക് ഏതിലുള്ളത്? ഡിഗ്രി ലെവലിനുള്ളതെങ്കിൽ LDCക്ക് അത് 5 മാർക്കാണുള്ളത്. ഇനി കലയായിട്ട് റിലേറ്റ് ചെയ്തിട്ട് എല്ലാം, അതായത് നോക്കിയേ, പ്രശസ്തരായ എഴുത്തുകാർ, രണ്ടും സെയിം തന്നെയാണ്, ഒരേ ടോപ്പിക്ക് തന്നെയാണ്. കായികത്തിലേക്ക് വരുമ്പോൾ നോക്കിയേ, കായികത്തിലേക്ക് വരുമ്പോഴും ഒരേ ടോപ്പിക്ക് തന്നെയാണ്, 7,
10 ഓരോ രാജ്യത്തിൻ്റെയും ദേശീയ കായിക ഇനങ്ങൾ വിനോദങ്ങൾ എന്നുള്ള ഈ ടോപ്പിക്ക് രണ്ടിലും സെയിം ആണ്. ഇനി സാഹിത്യത്തിലേക്ക് വന്നാൽ നമുക്കറിയാം സെയിം ആയിട്ടുള്ള ടോപ്പിക്സ് ആണ് കൊടുത്തിട്ടുള്ളത്. സിലബസ് രണ്ടും സെയിം ആണ്. സംസ്കാരത്തിലേക്ക് വരുമ്പോഴും സെയിം ആണ്. പിന്നെ ഇതിൽ എക്സ്ട്രാ ഡിഗ്രി ലെവലിന് എക്സ്ട്രാ ഉള്ളത് കറണ്ട് അഫയേഴ്സ് എന്നുള്ളത് എടുത്ത് പറഞ്ഞിട്ടുണ്ട്. രണ്ടിലും കറണ്ട് അഫയേഴ്സ് അപ്പം നമുക്കറിയാം അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി കമ്പ്യൂട്ടറിലേക്ക് നമുക്ക് നോക്കാം. കമ്പ്യൂട്ടറിലേക്ക് വരുമ്പോൾ LDC ലെവലിന് 3 മാർക്കാണെങ്കിൽ ഡിഗ്രി ലെവലിന് അത് 5 മാർക്ക് എന്നുള്ളതേ ഉള്ളൂ. സിലബസ് എല്ലാം സെയിം ആണ്. നോക്കി, ഹാർഡ്വെയർ, സോഫ്റ്റ്വെയറിൽ പിന്നെയോ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് രണ്ടും വരുന്നുണ്ട്. ഇൻ്റർനെറ്റിൻ്റെ കാര്യങ്ങളിൽ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് നമ്മുടെ LDC ലെവലിൽ ഗവേണൻസ് എന്ന് എടുത്ത് പറഞ്ഞിട്ടുണ്ട്, പക്ഷെ അത് ഇപ്പുറം പറഞ്ഞിട്ടില്ല. പിന്നെയുള്ള സൈബർ ക്രൈംസ് ആൻഡ് സൈബർ ലോസ്. അപ്പോൾ കമ്പ്യൂട്ടറിനും സെയിം സിലബസ്, മാർക്കിൽ 2 മാർക്കിൻ്റെ വേരിയേഷൻ വരുന്നുണ്ട് എന്നേ ഉള്ളൂ. പിന്നെ LDC ലെവലിലുള്ളതാണ് സുപ്രധാന നിയമങ്ങൾ. ഈ സുപ്രധാന നിയമങ്ങളിലുള്ളതാണ് നമ്മൾ സിവിക്സിൽ കണ്ടല്ലേ. റൈറ്റ് ടു ഇൻഫോർമേഷൻ ആക്ട് സിവിക്സിൽ കണ്ടിട്ടുണ്ടായിരുന്നു. പ്രൊട്ടക്ഷൻ ഓഫ് കൺസ്യൂമേഴ്സ് ആക്ട് സിവിക്സിൽ ഉണ്ടായിരുന്നു. അപ്പോൾ സിവിക്സ് നമുക്ക് എന്ത് ചെയ്യാം, ഈ കേരളം ഭരണവും ഭരണ സംവിധാനങ്ങളും എന്നുള്ളതും LDCയിലെ സുപ്രധാന നിയമങ്ങൾ, ഈ 2 ടോപ്പിക്കും കൂടി കമ്പയർ ചെയ്ത് നമുക്ക് ഡിഗ്രി ലെവലിനുള്ള സിവിക്സിൽ പഠിക്കാനുണ്ട്. ഓക്കെ. പിന്നെ ആനുകാലിക വിഷയങ്ങൾ ഇവിടെ 20 മാർക്ക് സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ട്. അതിന് പകരം നമ്മൾ ഡിഗ്രി ലെവലിലേക്ക് വരുമ്പോൾ ഓരോന്നിൻ്റെയും കൂടെയാണ് കറണ്ട് അഫയേഴ്സ് നോക്കുന്നത്. പിന്നെ നമ്മൾ മാത്സ് ആൻഡ് മെൻ്റൽ എബിലിറ്റി, സിമ്പിൾ അരിത്തമെറ്റിക് ആൻഡ് മെൻ്റൽ എബിലിറ്റിയിലേക്ക് വരുമ്പോൾ ഇവിടെ 10 മാർക്കാണ്. അതായത് സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നത് ലഘുഗണിതത്തിന് 5 മാർക്കും മാനസിക ശേഷിക്ക് 5 മാർക്ക്. അങ്ങനെയാണ് LDC ലെവലിൽ സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നത്. ഡിഗ്രി ലെവലിലേക്ക് വരുമ്പോൾ ടോട്ടൽ 20 മാർക്കാണ്. ലഘുഗണിതത്തിന് 10 മാർക്കും മാനസിക ശേഷിക്ക് 10 മാർക്ക് എന്നുള്ള രീതിയിലാണ്. പക്ഷേ ഇതിലേക്ക് നോക്കൂ, സിലബസ് നോക്കൂ, പ്രോഗ്രഷൻസ് വരെയാണ്, അത് സെയിം ആണ്. മാനസിക ശേഷിയും നിരീക്ഷണ പാഠവും മെൻ്റൽ എബിലിറ്റിയിലേക്ക് നോക്കൂ, അതും സിലബസ് സെയിം ആണ്. അപ്പോൾ സെയിം സിലബസ് തന്നെ, പക്ഷേ 10 മാർക്കിൻ്റെ ഡിഫറൻസ് ആണ് നമുക്ക് ഈ ഒരു സെക്ഷനിൽ വരുന്നത്. ഇനി നമ്മൾ ഇംഗ്ലീഷിലേക്ക് വരുവാണെങ്കിൽ LDC ലെവലിൽ ഇംഗ്ലീഷിന് എത്ര മാർക്കാണ്? 10 മാർക്ക്. ഇംഗ്ലീഷ് ഗ്രാമറിന് 5 മാർക്ക്, വൊക്കാബുലറിക്ക് 5 മാർക്ക്, അങ്ങനെ 10 മാർക്ക്. മാത്സിനെ പോലെ തന്നെ ഡിഗ്രി ലെവൽ എക്സാമിന് ഇംഗ്ലീഷിൽ 10 മാർക്കും കൂടി അഡീഷണൽ 20 മാർക്കാണ്. അതായത് ഇംഗ്ലീഷ് ഗ്രാമറിന് 10 മാർക്ക്, വൊക്കാബുലറിക്ക് 10 മാർക്കാണുള്ളത്. ഇനി സിലബസിലേക്ക് നോക്കി, ഇവിടെ ഡിഗ്രി ഓഫ് കമ്പാരിസൺ വരെ, ഇവിടെയും ഡിഗ്രി ഓഫ് കമ്പാരിസൺ വരെ സെയിം സിലബസ്, വൊക്കാബുലറിയും സെയിം ആണ്. ഓക്കെ. അപ്പോൾ സെയിം തന്നെ, പക്ഷേ 10 മാർക്ക് എക്സ്ട്രാ നമുക്ക് ഇവിടെ ഒപ്പിക്കാൻ പറ്റും. പിന്നെ മലയാളത്തിലേക്ക് വരുമ്പോൾ രണ്ടിനും 10 മാർക്ക് വീതമാണ്. ഡിഗ്രി ലെവലിലും അതോടൊപ്പം തന്നെ LDC ലെവലിലും 10 മാർക്കാണ് ഇതിനുള്ളത്, മലയാളത്തിനുള്ളത്. അതും സെയിം തന്നെ. ഇത് ഇച്ചിരി നീങ്ങിപ്പോയതാണ് കേട്ടോ. സെയിം തന്നെയാണ്. ഇവിടെ പിന്നെ 2 മുതലാണ് ഇട്ട് തുടങ്ങിയിരിക്കുന്നത്. അതുകൊണ്ടുള്ളൊരു സീരിയൽ നമ്പറിൻ്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. സിലബസ് സെയിം ആണ്. രണ്ടിനും 10 മാർക്കാണ് ഉള്ളത്. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ഡിഗ്രി ലെവലിൻ്റെയും അതോടൊപ്പം തന്നെ LDC ലെവലിൻ്റെയും കമ്പയർ ചെയ്യുമ്പോൾ പറയാനുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ എല്ലാത്തിൻ്റെയും, അതായത് ഇപ്പം മാർക്ക് എത്രത്തോളം കൂടുന്നുണ്ട് എന്നുള്ളതല്ല നോക്കേണ്ടത്, എന്താണ് ഇതിലുള്ള വ്യത്യാസം എന്ന് നോക്കി മാത്രം പഠിച്ചാൽ മതി. ഇപ്പോൾ ഡിഗ്രി ലെവൽ പഠിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ സയൻസ് ആൻഡ് ടെക്നോളജി എന്നുള്ളത് നോക്കുമ്പോൾ സയൻസ് ആൻഡ് ടെക്നോളജിക്ക് പകരം നമുക്ക് ഇവിടെ എന്ത് നോക്കാം, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി അല്ലേ, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി അത് കൂടിയിട്ടാണ് ഈ സയൻസ് ആൻഡ് ടെക്നോളജി എന്നുള്ളത് വരുന്നത്. പക്ഷേ LDC ലെവലിലേക്ക് വരുമ്പോൾ, ഡിഗ്രി പ്രിലിംസ് കഴിഞ്ഞിട്ട് നമ്മൾ LDC ലെവലിലേക്ക് വരുമ്പോൾ ഈ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്നുള്ളത് കുറച്ചും കൂടി എടുത്ത് നമ്മൾ പഠിക്കേണ്ടതാണ്. പിന്നെ LDC ലെവലിലെ കേരളം ഭരണവും ഭരണ സംവിധാനങ്ങളും എന്നുള്ളതും പിന്നെയുള്ള സുപ്രധാന നിയമങ്ങൾ അല്ലേ, സുപ്രധാന നിയമങ്ങൾ, ഇത് രണ്ടും ചേർന്നിട്ടാണ് ഡിഗ്രി ലെവൽ പ്രിലിംസിലേക്ക് വരുന്ന സിവിക്സ് നമ്മൾ പഠിക്കേണ്ടത്. ഓക്കെ, സിവിക്സ് പഠിക്കേണ്ടത്. ഇതല്ലാതെ, ഇത് രണ്ടുമല്ലാതെ പിന്നെ മാർക്കിൻ്റെ കുറച്ച് വേരിയേഷൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ പഠിക്കുവാണെങ്കിൽ ബാക്കിയുള്ള ഇപ്പോൾ ഇംഗ്ലീഷ്, മലയാളം, മാത്സും കൂടി മാത്രം നമുക്ക് 50 മാർക്കുണ്ട് ഇതിൽ ഡിഗ്രി ലെവൽ പ്രിലിംസിന്. പിന്നെ കലാകായികം 10 മാർക്ക്, ഹിസ്റ്ററി 10 മാർക്ക്. അപ്പം തന്നെ എത്ര മാർക്കായി? അപ്പം തന്നെ 70 മാർക്കായി. ബാക്കി 30 മാർക്കാണ് ജോഗ്രഫി, ഇക്കണോമിക്സ് എല്ലാം കൂടി വരുന്നത്. അപ്പോൾ രണ്ടിനും കൂടി ഒരുമിച്ച് പഠിക്കുന്നവർക്ക് ഒരുമിച്ച് തന്നെ പഠിക്കാൻ സാധിക്കുന്ന ഒരു സിലബസാണ്. കുറച്ചും കൂടി ആഴത്തിലുള്ള പഠനമാണ് ഡിഗ്രി ലെവലിന് വേണ്ടത്.
ഒരേ കാര്യങ്ങൾ തന്നെ പക്ഷേ കുറച്ചും കൂടി ആഴത്തിലുള്ള കുറച്ചും കൂടി സ്റ്റേറ്റ്മെൻറ്റ് രീതിയിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഡിഗ്രി ലെവലിൽ ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ്. ഇത് നിങ്ങൾക്ക് എന്തായാലും ഈ കമ്പാരിസൺ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇതിനോടൊപ്പം തന്നെ നമ്മുടെ ക്ലാസ്സുകൾ കാണാത്തവരുണ്ടെങ്കിൽ ക്ലാസ് കാണുക. SCERT NCERT ക്ലാസ്സുകൾക്ക് അത്രത്തോളം പ്രാധാന്യമുണ്ട്. അതോടൊപ്പം തന്നെ കറണ്ട് അഫയേഴ്സ് നല്ല രീതിയിൽ പഠിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. എത്രത്തോളം നിങ്ങൾക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അല്ലെങ്കിൽ മോഡൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് അതിൻ്റെ റിലേറ്റഡ് ഫാക്റ്റുകളും കൂടി പഠിക്കാൻ പറ്റുന്നു, അത് അത്രത്തോളം നല്ലതാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ഈ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ഈ ചാനൽ കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ആ പ്ലേലിസ്റ്റ് അതൊക്കെ ഒന്ന് കയറി നോക്കുക. സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതോടൊപ്പം തന്നെ നന്നായി പഠിച്ചു പോകാനും ശ്രദ്ധിക്കുക.